എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? മ്യൂസിക്സ് വിത്ത് ലിമാരിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജി വർഗീസ്. നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളുമാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ശരിയല്ലേ? നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അതിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, നല്ല യാത്രകൾ, ഇതൊക്കെ നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി മാറ്റാൻ സഹായിക്കും. അങ്ങനെയുള്ള ചില നല്ല ചിന്തകളും എൻ്റെ വായനാനുഭവങ്ങളും യാത്രകളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ആദ്യ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും എനിക്ക് ആവശ്യമുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെയൊക്കെ ഉള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, ഇല്ലേ? സ്വപ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. പുതിയൊരു ബിസിനസ് തുടങ്ങണം, കരിയറിൽ വലിയൊരു വിജയം നേടണം എന്നിങ്ങനെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഓരോ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും: എനിക്കിത് സാധിക്കുമോ? ഞാൻ തോറ്റുപോവോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? നാട്ടുകാരിനി എന്നെ കളിയാക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ കാരണം കൊണ്ട് പലരും സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പേടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഏതു തരത്തിലുള്ള ഉദ്യമങ്ങളായാലും അതിനൊരു നിശ്ചിത ലക്ഷ്യമുണ്ടായിരിക്കണം. അതിനായി അടുക്കും ചിട്ടയോടും കൂടിയുള്ള പരിശ്രമം വേണം. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും സംഭവിക്കുക. തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള അടിസ്ഥാന കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ആ ഉദ്യമം തുടങ്ങണം. പരിഹാസങ്ങളും വിമർശനങ്ങളും തെറ്റായ വിലയിരുത്തലും ഒക്കെയായി മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാവും. അതിനൊന്നും ചെവി കൊടുക്കരുത്. നിങ്ങൾ ഇതുവരെ ആർജിച്ച നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ശക്തി നിങ്ങളെ കാത്തിരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാഞ്ഞു പോകും. നിങ്ങളുടെ ഒരു പദ്ധതി വിജയിച്ചില്ലെങ്കിൽ പകരം പുതിയതൊരെണ്ണം കൊണ്ടുവരിക. ആ പദ്ധതിയും പരാജയപ്പെട്ടാൽ വേറൊരെണ്ണം. ശരിയാകുന്നതുവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഭൂരിപക്ഷം ആളുകളും തോൽവി അറിയുന്നത്. പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ മടിക്കുന്ന വാശിയില്ലായ്മയാണ് പ്രശ്നം. ഒരു കാര്യം നേടിയെടുക്കാൻ വാശിയോടെ പ്രവർത്തിക്കണം. എത്രയൊക്കെ തോൽപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലും തോറ്റുകൊടുക്കില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എവിടെ ഇച്ഛാശക്തിയുണ്ടോ അവിടെ ഒരു വഴി തെളിയും. പരിശ്രമിച്ചത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. വിജയിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ എങ്ങനെയും അതിനായി പരിശ്രമിക്കുക. തല ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങളെ നേരിടുക. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. വിജയം അളക്കപ്പെടുന്നത് ഓരോ ദിവസവും എത്ര മുന്നേറാനാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. വിജയം കൈവരിക്കുന്നതിൻ്റെ അവശ്യ ഭാഗമാണ് നല്ല പുസ്തകങ്ങളുടെ വായന. പുസ്തകങ്ങളിൽ നിന്ന് പ്രയോജനകരമായത് വളർത്തുക. നല്ല പുസ്തകങ്ങൾ പതിവായും ക്രമമായും വായിക്കുക. പുസ്തകങ്ങളെ സ്നേഹിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള, എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ്. ജോർജ് മാത്യു ആഡംസ് എഴുതിയ യു ക്യാൻ എന്ന പുസ്തകം. അതെ, നിനക്ക് കഴിയും. ഈ പുസ്തകത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തെ നിർമ്മിക്കുന്നത്. നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ: ബിലീവ് ഇൻ യുവർ സെൽഫ്, സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. നമ്മൾ നമ്മളെ തന്നെ വിലമതിക്കാതെ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 100% ഓണർഷിപ്പ്, പൂർണ്ണ ഉത്തരവാദിത്തം. നമ്മുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും തെറ്റുകളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. പരാജയപ്പെടുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ആക്ഷൻ ഈസ് എസെൻഷ്യൽ. പ്രവർത്തിക്കുക. സ്വപ്നം കണ്ട് മാത്രം ഇരുന്നാൽ പോരാ, അതിനായി പ്രവർത്തിക്കണം. നാളെ ചെയ്യാം എന്ന് കരുതി കാര്യങ്ങൾ മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക. ലേൺ ഫ്രം ഫെയിലിയർ. പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക. പരാജയങ്ങൾ എന്നാൽ തളർന്നു വീഴാനുള്ളതല്ല, അവ വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ്. തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക. ഡെവലപ്പ് പവർഫുൾ ഹാബിറ്റ്സ്. നല്ല ശീലങ്ങളെ വളർത്തുക. നമ്മുടെ ദിവസേനയുള്ള ശീലങ്ങളാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന നല്ല ശീലങ്ങൾക്കായി സമയം മാറ്റിവെക്കുക. മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് മനോഭാവം. നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് മനുഷ്യരെയും അകറ്റി നിർത്തുക. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുക. യു ക്യാൻ എന്ന പുസ്തകം സ്വയം വിശ്വാസത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. വ്യക്തമായ ലക്ഷ്യബോധം, സമയക്രമീകരണം,
പരാജയങ്ങളിൽ നിന്ന് പഠിക്കൽ, പോസിറ്റീവ് മനോഭാവം, ഇവയിലൂടെയൊക്കെ വിജയം നേടാനാകുമെന്ന് ഈ പുസ്തകം ഊന്നിപ്പറയുന്നു. ബിൽ ഗേറ്റ്സിന്റെ പ്രശസ്തമായൊരു വാചകമുണ്ട്: നിങ്ങൾ ദരിദ്രനായി ജനിച്ചാൽ അത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ നിങ്ങൾ ദരിദ്രനായി മരിച്ചാൽ അത് നിങ്ങളുടെ തെറ്റാണ്. നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് യു ക്യാൻ. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഉണർത്താൻ ഈ ബുക്കിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങളെ അല്പമെങ്കിലും പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് തുടർന്നുള്ള വീഡിയോകൾക്ക് ചെയ്യാനുള്ള ഊർജം. ഓർക്കുക, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും യു ക്യാൻ, നിങ്ങൾക്ക് കഴിയും. നന്ദി. വീണ്ടും കാണാം.